നമ്മുടെ ജിൻസിമോള് +2 കഴിഞ്ഞ് അവളെ നേഴ്സിങ്ങിന് വിടാനാ നമ്മൾ തീരുമാനിച്ചല്ലേ. അവക്ക് താല്പര്യമുണ്ടോ നേഴ്സിങ്ങിന്? അതിനിപ്പോ ഇഷ്ടമുള്ള ജോലിയാണ് മോളെ എല്ലാവരും ചെയ്യണേ. ഞാനിപ്പോ എനിക്ക് ഇഷ്ടമുള്ള ജോലിയാണ്. അതിനൊന്നും കാര്യമില്ലെന്ന്. പിന്നെ ഞാൻ ഈ മെഡിനെ കെട്ടിയത് ഇഷ്ടപ്പെട്ടാണ്. ഇത് തന്നെ 10-20 കൊല്ലമായി. ബെഡ് മേക്കിങ് ചെയ്യണം, പിന്നെ തൂത്തുതൊടയൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ജനലൊക്കെ തൂക്കാൻ പറയും, അവിടെ മതിലൊക്കെ തൂക്കാൻ പറയും, അങ്ങനെയൊക്കെ ഉണ്ട്. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ കെട്ടിയ വീട്ടിലൊക്കെ തുടയ്ക്കുകയും തൂക്കുകയൊക്കെ ഉണ്ട് അല്ലേ. ഇതാവുമ്പോ എല്ലാ കാലത്തും ഡിമാൻഡാ അല്ലേ. അസുഖം അങ്ങനെ കുറഞ്ഞു വരുവാണ്. ഇപ്പൊ കോവിഡ് വന്നില്ലേ, ഇനി അടുത്തടുത്ത ഓരോരോ അസുഖങ്ങൾ വരുമ്പോഴും ദുരന്തം പറയല്ലേ ദുരന്തം. ഈ കാനഡയിലും UK യിലും ഓസ്ട്രേലിയയിലേക്ക് പോവാനേ അല്ലേ, പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് പോകാൻ പറ്റും. ഇപ്പൊ പഴയ പോലെ UK NHS ഒന്നും എടുക്കുന്നില്ല. അത് കാരണം പോക്കൊക്കെ കണക്കാണ്. മോക്ക് പുറത്തു പോകാൻ ഇഷ്ടമല്ലേ, പോവണ്ട. നാട്ടിലും വേണ്ട ആരേലും ഒക്കെ. നമ്മുടെ മോളെ പുറത്തു പോകണം, അതിന് വേണ്ടിയിട്ടാണ് നേഴ്സിംഗ് പഠിപ്പിക്കുന്നത്. അവള് വന്ന് ചോദിക്കുമായിരിക്കും, മോള് നമ്മുടെ കുടുംബത്തിലൊരു നേഴ്സ് മോളല്ലേ ഉള്ളു, അപ്പൊ വന്ന് ചോദിക്കുമായിരിക്കും മോളെ മോള് അവളെ മയത്തി പറഞ്ഞേക്കരുത് കേട്ടോ, അവൾക്ക് ഉള്ള താല്പര്യം പോകും. മടുപ്പായി പോവും. നമ്മുടെ അനിയത്തിയല്ലേ, അപ്പം പറയുമ്പോ എല്ലാം വിശദമായിട്ട് പറയണല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളു. ഞങ്ങളന്ന് ഇറങ്ങട്ടെ. ആ പെണ്ണ് പറയുന്നേം കേട്ട് വായും പൊളിച്ച് നോക്കിയിരിക്കുക. എടി അവള് പറഞ്ഞു കേട്ടോ, നമ്മൾ ഈ കാശ് മുടക്കിയിട്ട് ന്യൂസിലാൻഡിലും UK യിലും ഓസ്ട്രേലിയയിലും ഒന്നും പോകാൻ പറ്റില്ലെങ്കിൽ എന്നാ ചെയ്യും? ആ റബ്ബറാണെങ്കിൽ അത് വെട്ടി ജീവിക്കല്ലേ. ബന്ധുക്കൊക്കെ കണ്ണുകടിയാ, നമ്മൾ രക്ഷപ്പെടുന്നുണ്ട്. നമ്മുടെ കൊച്ചു പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ UK യിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പഴയ നമ്മളൊന്നും അല്ലല്ലോ. കാശാവില്ലേ? അസൂയ നിങ്ങൾ ഒന്നും നോക്കണ്ട. അവരെ കണ്ടില്ലേ രക്ഷപ്പെട്ടു, അവരങ്ങനെയൊക്കെ പറയും.